വടുകപ്പുളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. വടുകപ്പുളി നാരങ്ങ തോലൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ടിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഒരു ലേശം ഉലുവ ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കണം. ഇത് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതും ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നാരങ്ങ നല്ല പുളിയുള്ളതാവുകൊണ്ട് നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നല്ലോണം മിക്സാക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രമേ നാരങ്ങ ചേർക്കാൻ പാടുള്ളൂ. നാരങ്ങ ഈ മുളക് പൊടിയൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിൽ കുറച്ച് ഉലുവ നല്ലോണം കളർ മാറുന്നത് വരെ വറുത്തെടുക്കണം. അതേപോലെ കടുകും ഒന്ന് വറുത്തെടുക്കണം. ഇത് രണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ കൂട്ട് നാരങ്ങ കൂട്ടാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഉപ്പോ അല്ലെങ്കിൽ മസാലക്കൂട്ടുകൾ എന്തെങ്കിലും കമ്മിയുണ്ടോ നോക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് പൊടിയുടെ ലേശം കമ്മിയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വറുത്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജാറ് കഴുകിയ വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, വടുകപ്പുളി നാരങ്ങ അച്ചാർ റെഡി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ പറയണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അത്രയേ ഉള്ളൂ. താങ്ക് യു.